ഈ പ്രഭാതത്തെ എന്നെ ശ്രവിക്കുന്നവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നുണ്ട്. പ്രഭാത വചന ചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയ പോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ അനേകർ കർത്താവിനെ പിന്തുടർന്നതായിട്ട്, കർത്താവിൻ്റെ അടുക്കൽ വന്ന് വചനം കേൾക്കുന്നതായിട്ടും രോഗസൗഖ്യം പ്രാപിക്കുന്നതായിട്ടും നിത്യജീവനെ പ്രാപിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പരീക്ഷ പ്രമാണിയ നിക്കോദിമോസ് എന്ന പേരുള്ള വ്യക്തി കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നതും കർത്താവിനോട് നീ സ്വർഗത്തിൽ നിന്നും ഉപദേഷ്ടാവായി വന്നിരിക്കുന്ന ഗുരുവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ കർത്താവ് അവൻ പറഞ്ഞ അതിൽ നിൽക്കാതെ ഒരു ആത്മീയ സത്യം അവനോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് സത്യമായിട്ടും പറയുന്നു, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ നീ സ്വർഗരാജ്യം കാണുകയില്ല, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് പറയുന്നതായി കാണുവാൻ സാധിക്കും. പരീക്ഷ പ്രമാണിയായിരുന്നു, ന്യായപ്രമാണം നന്നായി അറിയാവുന്ന വ്യക്തിയായിരുന്നുവെങ്കിലും യേശു കർത്താവ് പറഞ്ഞ് ഈ ആത്മീയസത്യം മനസ്സിലാക്കുവാൻ തനിക്ക് കഴിയാഞ്ഞതുകൊണ്ട് താൻ ചോദിക്കുന്നു, ഈ പ്രായമായതിനു ശേഷം ഇനിയും എങ്ങനെ ഞാൻ അമ്മയുടെ ഉദരത്തിൽ കയറി വീണ്ടും ജനിക്കുക എന്ന്. യേശു കർത്താവ് പറയുന്നു, ഈ ഭൂമിയിലുള്ള കാര്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകില്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കൂ എന്ന് ചോദിച്ചിട്ട് ഉദാഹരണമായി സംഖ്യാപുസ്തകത്തിൽ നാം കാണുന്ന മോശ ഉയർത്തിയ പിച്ചള സർപ്പത്തിൻ്റെ അനുഭവം കർത്താവിടെ ഉദാഹരണമായി പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ നാം കാണുന്നത് അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ് മരിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ മോശ ഉയർത്തിയ പിച്ചള സർപ്പത്തെ നോക്കി രക്ഷ പ്രാപിച്ചായിട്ട് കാണുവാൻ സാധിക്കും. താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയ ഒരു അനുഭവമാണെന്നാൽ ഇസ്രായേൽ മക്കൾ പിൻകാലത്ത് അത് ഒരാചാരമായിട്ട് തുടർന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എസ്കിയ രാജാവ് അക്ഷര പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയൊക്കെ ഉടച്ച സമയത്ത് ഈ നെഗുഷ്ടാൻ എന്ന് പേരിട്ട് ഇസ്രായേൽ മക്കൾ പൂജാഗിരി പൂജിച്ചു വന്നിരുന്ന ഈ താമ്രസർപ്പത്തെ ഉടച്ചു കളഞ്ഞായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രിയമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു വിഗ്രഹവും അരുത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് വേണം നാം നോക്കുവാൻ. ആമേ സ്തോത്രം. ക്രിസ്തു ഇവിടെ പറയുന്നു, ആമേ സ്തോത്രം, മരുഭൂമിയിലെ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയ പോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടത് ആവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. നമുക്ക് നോക്കുവാനുള്ളത് ജീവനുള്ള ക്രിസ്തുവിനെയാണ്. മരണത്തെ ജയിച്ച് ഉയരത്തിൽ വസിക്കുന്ന ക്രിസ്തുവാണ്. ആമേ പത്മോസിന്റെ ഏകാന്തതയിലെ ആമേ സ്തോത്രം യോഹന്നാന് വെളിപ്പെട്ട ക്രിസ്തു. ആ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ആ ക്രിസ്തുവിലേക്ക് നോക്കി ഇന്ന് പകൽക്കാലം നമുക്ക് ജീവിക്കാം. ആ ദൈവത്തിൽ നിന്നുള്ള നന്മകൾ പ്രാപിപ്പാൻ ഇന്ന് പകൽക്കാലം ദൈവം സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന നിന്റെ ജനത്തെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തെ കാണുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാം ഇന്ന് പകൽക്കാലം തകരപ്പെടുവാനായി കർത്താവേ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെടുന്നു. എൻ്റെ കർത്താവിനെ കാണുവാൻ, എൻ്റെ കർത്താവിൽ നിന്ന് പ്രാപിപ്പാൻ, എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നന്മകൾ നേടുവാൻ നിന്റെ ജനത്തിന് സഹായിച്ചാട്ട്, നന്മ നിറച്ചാട്ട്. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.